ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു വീറ്റ് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീറ്റ് പൊറോട്ട, നല്ല ലെയറോട് കൂടിയിട്ടുള്ള വീറ്റ് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചിട്ടുള്ള ആട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതല്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കൈ വെച്ചിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വിസ്ക് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും ഈ കോഴിമുട്ടയുടെ എല്ലാ പൊടിയിലും എത്തിച്ചേരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചേർത്തത്. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് തന്നെ 1/4 കപ്പ് തൈരും 1/4 കപ്പ് വെള്ളവും കൂടിയിട്ടുള്ളൊരു മിക്സ്ചറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് തൈര് മാത്രം ഇട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം കേട്ടോ, ഞാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാക്കി എടുക്കണം കേട്ടോ ഇത്. അതായത് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള, ചപ്പാത്തിയുടെ അത്ര അല്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടി കണ്ടോ, കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന അത്ര ഓരോ ബോൾസാക്കി മാറ്റണം ഇത്. ഇപ്പോൾ ഇതാ ഇതിലൊരു 6 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ തന്നെ തടവി കൊടുക്കുക, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് പരത്തിയെടുക്കാം. ഇതൊന്ന് കയ്യിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് പലകയിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, ആട്ടപ്പൊടി തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ കുറച്ച് വലുതാക്കി പരത്തണം. ചപ്പാത്തിനെക്കാട്ടിയും കുറച്ച് തിക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ അത്രയും വലുപ്പമുള്ള ബോൾസ് അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കിൽ തന്നെ ആവും, അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ആട്ടപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഞൊറിവ് എടുത്താൽ മതി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഞൊറിഞ്ഞ് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിത് ഞാൻ മുന്നത്തെ പൊറോട്ട വീഡിയോയിൽ ചെയ്ത പോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം ഞാനിങ്ങനെ ഞൊറിഞ്ഞാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇതൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് വലിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന അറ്റം അത് താഴത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ പരത്തിയെടുക്കാം. ഇതിന് മുകളിൽ കുറേശ്ശെ ഓയിലൊന്ന് തടവി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതേപോലെ ബാക്കിയുള്ള മാവെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, പൊറോട്ടയുടെ അതേ രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം.
ഇതിൽ കുറച്ച് പൊടിയിൽ മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഈ ലെയറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും പരത്തുമ്പോൾ തന്നെ. നല്ല തിന്നായിട്ട് പരത്തേണ്ട, അത്യാവശ്യം തിക്കിൽ തന്നെ പരത്തിയെടുക്കാം. ഒരു 2-3 ചപ്പാത്തിയുടെ ഒരു തിക്നെസ്സിൽ നമുക്കിത് പരത്തിയെടുക്കാം. കണ്ടോ, അത്യാവശ്യം തിക്കിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. എല്ലാതും ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 കപ്പിൽ നിന്ന് നമുക്കൊരു ഏകദേശം ഒരു 6 വീറ്റ് പൊറോട്ട വരെ കിട്ടും. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നല്ല തീയിൽ, നല്ല ചൂടുള്ള പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് വെന്ത് കിട്ടണം. ലെയറുകളൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് പോരും കേട്ടോ. കുറേശ്ശെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം തന്നെ നമുക്കിത് ഈ ലെയറുകളൊക്കെ വിട്ട് വരുന്നതായിട്ട് കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വീറ്റ് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടോ, ലെയറുകളൊക്കെ അങ്ങനെ വിട്ട് പോരുന്നുണ്ട്. നമുക്കിത് കാസറോളിലേക്ക് മാറ്റാം. ഇത് വേണമെങ്കിൽ നമുക്കിത് പൊറോട്ട അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ അടിപൊളി വീറ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.